പലതരത്തിൽ പല തലങ്ങളിലാണ് ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങൾ, സൈനിക നീക്കങ്ങൾ വ്യക്തമാക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹം. ആ നിലപാടിലേക്ക് വരുന്നതിന് മുൻപ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനകത്ത് നടത്തുന്ന ആക്രമണങ്ങൾ, 14ഓളം പാക് സൈനികർ കുഴിബോംബ് പൊട്ടി അടക്കം മരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം BLA ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം. ഒരു വശത്ത് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തുമ്പോൾ അതിന് പ്രത്യാക്രമണം ഇന്ത്യ തുടരുകയും ചെയ്യുമ്പോൾ ആഭ്യന്തരമായിട്ട് പോലും നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ മാറുന്നു എന്നുള്ള സൂചനകൾ അത് നൽകുന്നുണ്ടോ? ഈ ബലൂചിസ്ഥാന്റെ ആഭ്യന്തര സംഘർഷത്തിനിടയിൽ കൂടിയാണ് ഇപ്പോഴും തുടർ ഡ്രോൺ ആക്രമണങ്ങൾ പാകിസ്ഥാൻ തുടരുന്നത് ഇന്ത്യക്കെതിരെ എന്നുള്ളതാണ് വൈചിത്രമായിട്ടുള്ള കാര്യം. ഏത് തരത്തിലാണ് BLAയുടെ ആക്രമണം കൂടി പാകിസ്ഥാന്റെ നില പരിങ്ങലിലാക്കിയിരിക്കുന്നത്? അപർണ, ആഭ്യന്തരമായി വലിയ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. പ്രത്യേകിച്ച് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ വലിയ ആക്രമണമൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ BLAയുടെ ആക്രമണത്തിൽ 12 പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. മാത്രവുമല്ല ചില മേഖലകളിലൊക്കെ തന്നെ പിടിച്ചെടുത്തു, കെട്ടടക്കം പിടിച്ചെടുത്തു എന്ന അവകാശവാദമൊക്കെ BLAയുടെ ഭാഗത്തുനിന്നായി വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല പാകിസ്ഥാനിലും വലിയ രീതിയിൽ ഇന്നലെ രാത്രിയൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇമ്രാൻഖാനെ മോചിപ്പിക്കണം എന്ന ആവശ്യമൊക്കെ തന്നെ ഉയരുന്നുണ്ട്. അങ്ങനെ ആഭ്യന്തരമായി വലിയ പ്രതിസന്ധിയിലൂടെ പാകിസ്ഥാൻ നീങ്ങുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരം പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതായാലും പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഈ വെളുപ്പാങ്കാലത്തും ലഭിക്കുന്നത്. അതാണ് ജമ്മു ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അവരുടെ ആക്രമണ നീക്കം ഇപ്പോൾ നടന്നിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏതായാലും നിലവിൽ പാകിസ്ഥാന്റെ നീക്കം, പാക് പട്ടാളത്തിന്റെ നീക്കം ഇന്ത്യ തകർത്തിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 15 മിനിറ്റ് നേരം ഇത്തരത്തിൽ ഡ്രോണുകൾ വർഷിച്ചുകൊണ്ടുള്ള നീക്കമുണ്ടായി. അതെല്ലാം തന്നെ തകർത്തിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ജമ്മു മാത്രമായിരിക്കില്ല ലക്ഷ്യം. അതിർത്തി മേഖലകൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് വലിയ രീതിയിൽ സംഘർഷം ഇപ്പോൾ നടക്കുന്നത്. അതായത് 3000 കിലോമീറ്റർ ഇന്ത്യ പാക് അതിർത്തി ഉണ്ട്. അത് ഈ പറയുന്ന ഗുജറാത്ത് മുതൽ ജമ്മു കശ്മീർ വരെയുള്ള മേഖലയാണ്. ഈ മേഖലകളിലൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നുണ്ടാകാം പാകിസ്ഥാൻ. അതിനൊക്കെ തന്നെ സൈന്യം തക്കതായ തിരിച്ചടിയും നൽകുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായി വരുന്നതേയുള്ളൂ. തീർച്ചയായിട്ടും പല തരത്തിൽ ഉള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇനി ഉറ്റു നോക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാക് സൈന്യത്തിനുള്ളിൽ അട്ടിമറി ശ്രമവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പാക് സൈനിക മേധാവി അസീം മുനീറിനെ മാറ്റാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു എന്നൊക്കെ മണിക്കൂറുകളായിട്ട് നടക്കുന്ന കാര്യം കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അസീം മുനീറിന്റെ പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, കാശ്മീരുമായിട്ടുള്ള പരാമർശങ്ങൾക്ക് ശേഷമാണ് പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രി തന്നെ അത് വ്യക്തമാക്കുന്നു. അസീം മുനീറിന്റെ ആ പ്രസ്താവന കൂടിയാണ് പഹൽഗാമിലേക്ക് എത്തിച്ചതെന്ന്. യുദ്ധക്കൊതിയനായിട്ടുള്ള സൈനിക മേധാവിയെ മാറ്റണം എന്നുള്ള നീക്കങ്ങൾ, അങ്ങനെ ഒരു പാക് സൈനിക അട്ടിമറി കൂടി അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമൊക്കെയാണ് വരുന്നത്. ആ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. വീണ്ടും രാകേഷിലേക്ക്. രാകേഷ്, നമ്മൾ ഈ പറയുന്നത് പോലെ ആഭ്യന്തരമായിട്ട് ബലൂചിസ്ഥാന്റെ വിഷയം, അതോടൊപ്പം തന്നെ ഈ അകത്തു നിന്നുള്ള ഈ സൈനിക നീക്കങ്ങൾ പോലും ഈ തരത്തിലല്ല നടക്കേണ്ടത് എന്ന് പാകിസ്ഥാനകത്ത് ശബ്ദമുയരുകയാണോ? അന്താരാഷ്ട്ര സമൂഹം പോലും അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ പോലും ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ പരിപൂർണമായി കൈവിടുന്ന തരത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ ഈ നടത്തുന്ന പ്രത്യാക്രമണത്തെ എതിർത്തുകൊണ്ടോ സംസാരിക്കുന്നില്ല. ഒരു പുനർവിചിന്തനം പാകിസ്ഥാൻ സ്വയം നടത്താൻ ഉദ്ദേശിക്കുന്നു. അസീം മുനീറിനെ മാറ്റുന്നതടക്കമുള്ള ചർച്ചകളുടെ വാർത്തകൾ പുറത്തേക്ക് വരുന്നതിന്റെ സൂചന അതാകുമോ? അപർണ, അസീം മുനീറിനെ അറസ്റ്റ് ചെയ്തു. ഒപ്പം തന്നെ അസീം മുനീറിനെ മാറ്റാൻ നീക്കം നടത്തുന്നു, പുതിയ പട്ടാള മേധാവി വരുന്നു എന്നൊക്കെ തന്നെ വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും അക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഇല്ല. ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ജനറൽ സാഹിർ ഷംസാദ് മിർസയെ പകരം അസീം മുനീറിന് പകരം പരിഗണിക്കുന്നു എന്ന വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അസീം മുനീറിന്റെ തീവ്ര നിലപാടുകൾ തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വഷളാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ വിരുദ്ധത ഏറ്റവും കൂടുതലായുള്ള, സാധാരണഗതിയിൽ പാക് പട്ടാള മേധാവികൾക്കൊക്കെ തന്നെ ആ നിലപാടുണ്ടെങ്കിൽ പോലും അസീം മുനീറും സമാനമായ നിലപാടുകാരൻ മാത്രമല്ല, പാകിസ്ഥാനുള്ളിൽ തന്നെ ആഭ്യന്തരമായ ചില പ്രതിസന്ധികൾ അസീം മുനീർ നേരിടുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇമ്രാൻഖാനെതിരായ എടുത്ത നിലപാടുകളൊക്കെ തന്നെ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്, ചോദ്യം ചെയ്യപ്പെട്ടതൊക്കെയുമാണ്. അപ്പോൾ അസീം മുനീറിനെ
സംബന്ധിച്ച് ഇന്ത്യ വിരുദ്ധ തീവ്രമാക്കി നിർത്തേണ്ടത് ഒരു നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ്. കാരണം ഈ പഹൽഗാം ആക്രമണത്തിന് തൊട്ട് മുമ്പ് ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ജമ്മു കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണ് എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയത്. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണ്. ഒപ്പം തന്നെ അത് പാകിസ്ഥാനിലെ ഭരണ മേധാവികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി അതിനെ വ്യാഖ്യാനിക്കാം. കാരണം കശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു തീവ്ര നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയായിരുന്നു അസിം മുനീർ. അങ്ങനെ എന്ത് നീക്കത്തിനും മടിക്കാത്തൊരു പട്ടാള മേധാവി. അപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇമ്രാൻഖാന്റെ പാർട്ടി അടക്കമുള്ളവർ അസിം മുനീറിന്റെ തെറ്റായ നീക്കമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഇന്ത്യയുമായുള്ള സാഹചര്യം മോശമാക്കുന്ന നിലയിലേക്ക് എത്തിച്ചതെന്ന വിമർശനമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അസിം മുനീറിനെ മാറ്റിയോ അല്ലെങ്കിൽ അസിം മുനീർ അറസ്റ്റിലാണോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അത്തരം വാർത്തകൾ വരുന്നുണ്ടെന്ന് ശരിയാണ്. പക്ഷേ അതിൽ ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല ഇന്നലെ കറാച്ചിയിൽ അടക്കം സ്ഫോടനമുണ്ടായി എന്ന വാർത്തകൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം പാക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അടുത്തായി ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി. ഷഹബാസ് ഷെരീഫിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ നാശനഷ്ടം എങ്ങനെ, എവിടെയൊക്കെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. സൈന്യം ആ സ്ഥിരീകരണം കഴിഞ്ഞ 2 ദിവസം